ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു വ്ളോഗാണ്. അങ്ങനെ റെസിപ്പീസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു വ്ളോഗാണ് ഇന്നത്തേത്. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തൊട്ടിട്ട് പിന്നെ വൈകുന്നേരം രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് എണീക്കൽ. രാവിലെ ഉണർന്നതിന് ശേഷം പിന്നെയും വെറുതെ ഇങ്ങനെ കുറച്ച് നേരം കിടക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റ് വരിക. അപ്പോൾ ഇവിടെ ആകെ ഉമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. അനിയനക്ക് പോകാനുണ്ട്. അപ്പോൾ അനിയൻ നേരത്തെ നീക്കും ഓൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉമ്മയും ഫുഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും നേരത്തെ നീക്കും. ഞാൻ മാത്രമാണ് ഇത്ര ലേറ്റായിട്ട് നീക്കൽ. ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കെറ്റിൽ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഞാനിപ്പോൾ അങ്ങനെ അധികം പച്ചവെള്ളം കുടിക്കലില്ല, വെള്ളം കുടിക്കാൻ പറ്റലില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ചൂടൊക്കെ ആകുമ്പം പിന്നെയും ഓക്കെയാണ് കുടിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ കെറ്റിലിൽ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. എൻ്റെ വെള്ളം കുടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീസണലാണ് കേട്ടോ. ചിലപ്പോൾ നല്ല തണുത്ത വെള്ളം കുടിക്കാൻ തോന്നും, അല്ലെങ്കിൽ ചൂടുവെള്ളം, അല്ലെങ്കിൽ ജീരകവെള്ളം, പിന്നെ നമ്മൾ മിൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് കുടിക്കാൻ തോന്നും. അങ്ങനെ ഏത് തരത്തിലാണോ വെള്ളം കുടിക്കാൻ തോന്നുന്നത് അതേപോലെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യൽ. ഇപ്പോൾ പിന്നെ ചൂട് കൂടി ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ യൂറിൻ ഇൻഫെക്ഷനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം കുറേ വെള്ളമൊക്കെ കുടിക്കാൻ നോക്കുക. ഞാനിങ്ങനെ വലിയ ആളായിട്ട് പറയുന്നുണ്ട്, ഞാനും കുടിക്കുന്നതൊക്കെ കുറവാണ്, എന്നാലും കഴിവിൻ്റെ പരമാവധി കുടിക്കാനായിട്ട് നോക്കുക. ഇപ്പോഴത്തെ എൻ്റെ ഒരു റുട്ടീൻ പറയുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. വെറുതെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്നിങ്ങനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ എടുക്കൽ ആ ഒരു സ്കെഡ്യൂൾ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനൊന്നും എന്താണെന്നറിയില്ല, ഒരു മൂഡ് കിട്ടണില്ല പറയില്ലേ, അതുപോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ ഉമ്മ തുടങ്ങിയിരിക്കണം കേട്ടോ. ഇന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള മാവാണ്. അപ്പോൾ അത് ഉമ്മ കുറച്ചെണ്ണം ചുട്ട് വെച്ചിട്ടുണ്ട്. അനിയൻക്ക് നേരത്തെ ആക്കി കൊടുത്തിക്കണേ. ഓന് ഷോപ്പിൽ പോകുന്നുണ്ട് നമ്മളെ ജ്വല്ലറി ഇന്നേനു ശരിക്കും ഉദ്ഘാടനം പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആൾ തങ്ങളേനു, മുനവ്വിർ തങ്ങളേനു ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ അവരുടെ ഫാമിലിയിൽ പെട്ടെന്നാണല്ലോ മരണം സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മുടെ ഉദ്ഘാടനം നീട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 20-ാം തീയതിക്ക് ശേഷമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും വെച്ചിട്ട് ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇങ്ങനെ പറഞ്ഞേനു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ തങ്ങളല്ലേ കണ്ടത്, അപ്പോൾ തങ്ങളെ വെച്ചിട്ട് തന്നെ ഉദ്ഘാടനം മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്ന് അത് ഫിക്സ് ചെയ്യാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ Q&A വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 9-ാം തീയതിയാണ് ഉദ്ഘാടനം എന്ന്. അതിൻ്റെ താഴെ കുറേ കമൻറ്റ്സ് വന്നിരുന്നു, നമ്മളുണ്ടാവും എന്തായാലും കാണാൻ വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ് കേട്ടോ, ഉദ്ഘാടനം മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 20-ാം തീയതി കഴിഞ്ഞിട്ടാവും. അപ്പം നമുക്ക് ഡേറ്റും കാര്യങ്ങളും പിന്നെ ടൈമും എല്ലാം ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാം. അന്ന് നമ്മുടെ നാട്ടിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് രാമനാട്ടുകര ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിയുന്നതും വരാനായിട്ട് നോക്കുക. നമുക്ക് മീറ്റ് ചെയ്യുക, സംസാരിക്കുക, കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ കൊടുക്കണ്ട് അത് സമയം നിങ്ങൾക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വരാനായിട്ട് നോക്കുക. ഇന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ടക്കറിയാണ്. മുട്ടക്കറിയുണ്ട്, പിന്നെ അമ്മ തേങ്ങാപ്പാലും ആക്കലുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്ത് നമ്മുടെ സാധാരണ പാലുണ്ടല്ലോ, പശുവിൻ്റെ പാല്, അതൊന്ന് തിളപ്പിച്ചിട്ട് അത് ഇതിലേക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ശരിക്കും അനീസ്കൻ്റെ കൂടെ പോയപ്പോഴാണ് ഈ ഒരു കോംബോ കഴിച്ച് നോക്കിയത്. അവിടെ അനീസ്കൻ്റെ അനിയനക്ക് ഇങ്ങനെ വെള്ളപ്പത്തിൻ്റെ കൂടെ കറിയൊന്നും പറ്റില്ല. അവനക്ക് ഇതുപോലെ പാലും പഞ്ചസാരയും കൂടെയാണ് ഓൻ കഴിക്കലുള്ളത്. അപ്പോൾ അത് ഞാനൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാനും ഇപ്പോൾ പാല് തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മേലെ ഒഴിക്കുക, എന്നിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു തേങ്ങാപ്പാലിനേക്കാളും ടേസ്റ്റ് ഇതിനാണെന്ന്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ വെറുതെ യൂട്യൂബിലെ കമൻസ് ഒക്കെ നോക്കിയിരുന്നു കേട്ടോ. അതിന് ശേഷം ഇനി ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ. ഇങ്ങനെ പല കാരണങ്ങളും മൂലം ജോബിന് പോകാൻ പറ്റാത്തവരുണ്ടാവും. അതായത് കൊറോണ കാരണം അങ്ങനെ കുറേ ഇഷ്യൂസ് കാരണം ജോബിന് പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഏൺ ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കോഴ്സാണിത്. ഇൻ്റർവൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ കൺസെപ്റ്റാണ് ഈ ഒരു കോഴ്സ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ പേര് ECPC എന്നാണ്.
ECPC എന്ന് പറയുമ്പം ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സാണ്. ഇത് 6 മാസത്തെ ഒരു ഡ്യൂറേഷനാണ് കേട്ടോ വരുന്നത്. 6 മാസം കൊണ്ട് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി തരുന്നുണ്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ. പിന്നെ അത് കൂടാതെ പെയ്ഡ് ഇൻറ്റേൺഷിപ്പും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ LKG UKG പഠിക്കുന്ന മക്കളെ നമ്മൾ പഠിപ്പിക്കുക. ഇപ്പം ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. LKG UKG പഠിക്കുന്ന മക്കൾക്ക് അവരുടെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ, റീഡിങ് സ്കില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആക്കാനും പിന്നെ അവരെ പഠിപ്പിക്കാനുള്ള ഒരു കോച്ചിങ് ആണ് നമുക്ക് തരുന്നത്. പിന്നെ ഇത് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സാണ് കേട്ടോ. അതായത് നമുക്ക് നല്ല വാല്യൂ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് അവർ തരും. അത് വെച്ചിട്ട് നമുക്ക് ഈ ഇൻ്റർവെല്ലിൻ്റെ സ്ഥാപനത്തിൽ മാത്രമല്ല വേറെ ഏത് സ്ഥാപനത്തിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റല്ലേ, നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാം പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സാണ് ഇപ്പം ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ക്ലാസ് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ടാണ് നടക്കുക. അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതും ഓൺലൈനായിട്ട് തന്നെ ആവും. ഓഫ്ലൈൻ വർക്ക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിങ്ങനെ വീഡിയോയിൽ വലിച്ചു നീട്ടി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷോർട്ടാക്കി പറഞ്ഞിട്ടുള്ളത്. ഓരോ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. ഇമ്മ ഇവിടെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓലനാണ് ഉണ്ടാക്കണേ. ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്. അങ്ങനെ എന്താ പറയുക, ഒരു പച്ചക്കറി ഉണ്ട്, പിന്നെ ഉപ്പേരി ഉണ്ട്, അതുപോലെ മീൻ പൊരിച്ചുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ലഞ്ചിൻ്റെത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എൻ്റെ ക്ലാസ് കാരണം പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഓറഞ്ച് ജ്യൂസും അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലുള്ളത് നമ്മളെ ചിയാ സീഡ് ഉണ്ടല്ലോ, ചിയാ സീഡ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചതാണ്. അങ്ങനെ കുതിർത്ത് വരുമ്പോൾ ശരിക്കും കസ്കസ് പോലെ തന്നെ ഉണ്ട്. പിന്നെ ടേസ്റ്റും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടെ ഈ ജ്യൂസിൽ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിപ്പം മമ്പയർ വേവിച്ചിട്ട് ആ വെള്ളരിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതുണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരി വന്നിട്ട് ഇടിച്ചക്കൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അതുമ്മ തേങ്ങ കൊതുക്കിയിട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ജ്യൂസും റെഡിയായി. ഈ ഓലൻ എൻ്റെ ഫേവറേറ്റ് ഡിഷിലൊന്നാണ് കേട്ടോ. മമ്പയർ ഇട്ടിട്ടുള്ള എന്തും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഉച്ചയാവാൻ വേണ്ടിയിട്ട് കഴിക്കാൻ. നല്ല ടേസ്റ്റാണത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനായിട്ട്. മമ്പയറും പിന്നെ വെള്ളരിയും എല്ലാം കൂടെ നല്ലോണം നായി കഴിഞ്ഞാൽ അതിലേക്ക് 1-ാം പാലാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടും. പിന്നെ ഫൈനലി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല പച്ച വെളിച്ചെണ്ണ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. ഇത് പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. മീനിന്ന് പലതരം മീനും ഉണ്ട്. അയിലുണ്ട്, പിന്നെന്താ പറയുക, കോര എന്ന് പറയും, അതുണ്ട്. നമ്മുടെ നാട്ടിൽ കോര എന്നാണ് കേട്ടോ പറയുക. പൂമീൻ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് ചിലയിടത്ത്, എനിക്കറിയില്ല. പിന്നെ ചെമ്മീനുണ്ട്. ഇതിങ്ങനെ ഞങ്ങളെ വീട്ടിൻ്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടല. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ അവിടുന്ന് മീൻ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അതാണ് ഇങ്ങനെ പല ടൈപ്പിലുള്ള മീൻ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ കിട്ടലുള്ളത്. അപ്പം ഉമ്മ അങ്ങനെ വാങ്ങി വെക്കും. എന്നിട്ട് ഏത് മീനാണ് ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് എടുക്കാമല്ലോ. അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. എനിക്കിവിടെ ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു പണിയെന്ന് പറഞ്ഞാൽ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക, അതുപോലെ തിരുമ്പിയിട്ടത് മടക്കി വെക്കുക, അതൊക്കെയാണ് എൻ്റെ പണികൾ. ബാക്കിയെല്ലാം ഉമ്മാണ് കേട്ടോ ചെയ്യലുള്ളത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആവും. നമ്മളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഉമ്മാർ തന്നെ ആവും ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ചെറിയ അടുക്കലും പെറുക്കലും അതൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ബെഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചിട്ടോ. കുളി കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനും ഉമ്മയും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു രസമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ലഞ്ച് കഴിക്കാനൊന്നും വലിയൊരു സുഖമില്ല. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ കൂടിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ. ഇവിടെ ഇടയ്ക്ക് വല്യമ്മ വരലുണ്ട്. അപ്പോൾ നല്ല രസമാണ്. നമുക്ക് ഫുൾ ടേബിൾ മേലെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കഴിക്കുക. ഇതിപ്പോൾ ഞാനും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലേറ്റിൽ മാത്രം എടുത്ത് കൊണ്ടുപോയിട്ട് കഴിക്കുകയാണ് ചെയ്യൽ. ഞാനിപ്പോൾ എല്ലാം വിളമ്പി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ചോറേ കഴിക്കലില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട്. അത് കഴിച്ചാലും വെയിറ്റ് അങ്ങനെ അങ്ങോട്ട് കൂടണില്ല. ഒരു നോർമൽ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്.
അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അത് നിങ്ങളുടെ ഡയറ്റീഷ്യനോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യുക. പിന്നെ വെള്ളം കുടിക്കുന്നത് ഇപ്പം ജീരകവെള്ളമാണ്. ജീരകവെള്ളം നമ്മുടെ ഡൈജഷനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കെറ്റിലിൽ ജീരകവെള്ളം ആക്കി വെക്കലുണ്ട്. എന്നിട്ട് അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ കഴിക്കാൻ കേട്ടോ. ഉമ്മ ഇല്ല കൂടെ. ഉമ്മൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ സാവധാനമാണ് ഇരുന്ന് കഴിക്കൽ. എനിക്ക് പിന്നെ ഇങ്ങനെ നല്ല ഇഷ്ടമുള്ള കറികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് കഴിക്കും. പിന്നെ ഉച്ചൻ്റെ ശേഷം അനിയൻ വന്നപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ പോണത് ടൗണിലേക്കാണ്, നമ്മുടെ കോഴിക്കോട് ടൗണിലേക്കാണ് പോണത്. തൊണ്ടയാട് ആ ഭാഗത്തേക്കാണ് കേട്ടോ പോണത്. അവിടെ ഒരു ഷോപ്പുണ്ട് സ്യൂഗർ എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ടാണ് ഈ പോയോണ്ടിരിക്കണേ. സ്യൂഗർ എന്ന് പറഞ്ഞാൽ ഒരു ഷുഗർ ഫ്രീ കഫേയാണ് കേട്ടോ. അവിടെയുള്ള ഐറ്റംസൊക്കെ ഷുഗർ ഫ്രീ ആണ്. മധുരം ഉണ്ടാവും, പക്ഷേ നമുക്ക് ഷുഗർ കൂടില്ല. അങ്ങനെ അവർ ഷുഗറിന് പകരം നമ്മുടെ പഞ്ചസാരക്ക് പകരം വേറെ എന്തോ ഒരു സംഭവമാണ് യൂസ് ചെയ്യണത്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് യൂസ് ചെയ്യണത്. അതിതാ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ ആ ഒരു സംഭവം അവരവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ അവർ നമുക്ക് തന്നിട്ടുള്ളത്. ഇവരുടെ സ്പൂണിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്വീറ്റ് വിത്തൗട്ട് ഷുഗർ. നല്ല മധുരമുണ്ട് കേട്ടോ സാധനം. ഞാൻ ആദ്യം വിചാരിച്ച മധുരം ഉണ്ടാവില്ല എന്നേനു, പക്ഷെ നല്ല മധുരമുണ്ട്. നമ്മൾ സാധാരണ മധുരമുള്ള ഐറ്റംസ് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്, പക്ഷേ നമുക്ക് ഷുഗർ കൂടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വയസ്സായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. മധുരം കഴിക്കാനും പറ്റും, എന്നാൽ ഷുഗർ കൂടില്ലല്ലോ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണിത്. ഈവൻ അനിയാണ് കേട്ടോ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണത്. എനിക്ക് ഇഷ്ടമാണ്, മധുരമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവനക്ക് പിന്നെ എത്രയും പോവും. മധുരമുള്ളത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്, എത്ര ഇരുന്ന് കഴിച്ചോളൂ. ജാർ കേക്ക്സ് ആണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായത്. അപ്പം റെഡ് വെൽവെറ്റ് ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, അങ്ങനെ എല്ലാ ഫ്ലേവറിലുള്ളതും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് കുക്കീസ് ഉണ്ട്, ഇങ്ങനെ ചോക്ലേറ്റ് കുക്കീസും പിന്നെ നമ്മുടെ നോർമൽ കുക്കീസും ഒക്കെ ഉണ്ട്. പിന്നെ ഗുലാബ് ജാമുൻ, ജിലേബി, ലഡ്ഡു, ബ്രൗണീസ്, ഫലൂഡ, പിന്നെന്താ പറയുക കോൾഡ് കോഫി, അങ്ങനത്തെ ഡ്രിങ്ക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഇതൊന്നും അധികം അങ്ങനെ കഴിക്കാൻ കൊടുക്കില്ലല്ലോ. ജസ്റ്റ് ഒരു പീസോ അങ്ങനെയൊക്കെയല്ലേ കൊടുക്കലുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് എത്ര വേണേലും കഴിക്കാൻ പറ്റും കേട്ടോ. ഷുഗർ കൂടുന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട. പിന്നെ അവർ കേക്ക്സും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെടുത്ത് തന്നതാണ്. പിന്നെ ബെൽജിയം ചോക്ലേറ്റ്സ് ഉണ്ട്. അങ്ങനെ നല്ലൊരു ഷോപ്പാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കി പാക്ക് ചെയ്തെടുത്തു കേട്ടോ. നമ്മളെ ഫാമിലി തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അവർക്കല്ലേ ഇപ്പം ഇതൊക്കെ കഴിക്കാനായിട്ട് പൂതി ഉണ്ടാവുക, നമുക്ക് പിന്നെയും കഴിക്കാൻ പറ്റുമല്ലോ. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വൈകുന്നേരം ഇപ്പം ജസ്റ്റ് ഒന്ന് നടക്കലുണ്ട്. വേറെ എക്സസൈസ് ഒന്നും ചെയ്യലില്ല. ഒരു 30 മിനിറ്റ് ജസ്റ്റ് നടക്കും. 6 മണി ആയി കഴിഞ്ഞാൽ ഇറങ്ങും, 6:30 ബാങ്ക് കൊടുക്കുമല്ലോ, അതുവരെ നടക്കും. അത്ര മാത്രമേ ചെയ്യലുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്